ആരിത്? മാവേലി തമ്പുരാനോ? എന്താ എൻ്റെ പ്രജകളെല്ലാം അകന്നിരിക്കുന്നത്? പ്രഭോ, അങ്ങറിഞ്ഞില്ലേ? നമ്മുടെ ഈ ലോകത്ത് തന്നെയുള്ള മഹാമാരിയെക്കുറിച്ച് അങ്ങ് അറിഞ്ഞിട്ടില്ലേ? പാതാളത്തിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങ് അറിയാതിരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോകം ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരായ ഞങ്ങൾ ഇപ്പോൾ അങ്ങേക്ക് വേണ്ടി ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ്. സുരേഷ് ഏട്ടാ, ഇതാണ് പ്രഭോ, ഞങ്ങൾ ഈ പ്രതിസന്ധിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾക്കിപ്പോൾ വാക്സിനൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, പകരം നമ്മൾ ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അങ്ങേക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു വരവേൽപ്പ് തന്നെയാണ് ഈ സാനിറ്റൈസറും മാസ്കും. ഈ സാനിറ്റൈസർ നമ്മൾ പ്രഭോ കുറച്ച് അദ്ദേഹത്തിനും കൂടി കൊടുക്കാം. ഉള്ളം കയ്യിലിട്ട് നന്നായി ഒന്ന് തിരുമ്മിയതിന് ശേഷം അതേപോലെ തന്നെ പുറം ഭാഗത്തും നന്നായി വിരലുകൾക്കിടയിലൂടെ 2 കൈയിലും മാറി മാറി അതിനുശേഷം മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയിട്ട്, സാധാരണ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാറുണ്ട്. ആ ഹാൻഡ് വാഷിന് പകരം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് സാനിറ്റൈസർ. ഹാൻഡ് വാഷാണ് ശരിയായ രീതി. അപ്പോൾ സാനിറ്റൈസർ ചെയ്തുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം അങ്ങ് മാസ്കും കെട്ടണം. ഈ മാസ്ക് എന്തിനാണ്? മാസ്ക് കെട്ടിയത് കൊണ്ട് മാത്രമാണ്. നമ്മൾ പരസ്പരം അകലം സൃഷ്ടിക്കുന്നത് തന്നെ ഈ മാസ്ക് ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ്. മാസ്ക് കെട്ടിയാൽ മാത്രമേ നമ്മളുടെ ശ്വാസത്തിലൂടെ മറ്റുള്ളവർക്ക് അസുഖം പകരരുത്. നമ്മളുടെ ഒരേ ഒരു ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ: നമ്മൾക്കും അതോടൊപ്പം ചുറ്റുമുള്ളവർക്കും ഒന്നും നടക്കരുത്, ഒന്നും സംഭവിക്കരുത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആ ഒരേ ഒരു മന്ത്രം കൊണ്ടാണ് ഈ കേരളത്തിലെ എന്നല്ല ഈ ആരോഗ്യ പ്രവർത്തകർ മൊത്തം, ലോകത്തിലെ ആരോഗ്യ പ്രവർത്തകർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങേക്ക് ഈ മാസ്കും ഈ സാനിറ്റൈസറും വെച്ച് അങ്ങേ ഞങ്ങൾ സ്വീകരിക്കുന്നത്. സുസ്വാഗതം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവയലിൽ മോഹം കൊണ്ടിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തും. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. പൊന്നല്ലിൻ പൊന്മലപ്പുമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകരാണ്. ഈ തിരുവോണ നാളിൽ ഞാൻ അവരുടെ കൂടെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ ഈ മഹാമാരിയിൽ ലോകം വല്ലാതെ വീർപ്പുമുട്ടിയപ്പോൾ നമുക്ക് സ്വാന്തനമായി
നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അവർ നമ്മുടെ കൂടെ നിൽക്കുന്നു. അവരുടെ ആരോഗ്യമോ അവരുടെ പ്രയാസങ്ങളോ അറിയാതെ ഓവർ ടൈം ഡ്യൂട്ടി പോലും എടുത്ത് ഇവർ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകരുടെ സംഗീതത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു പറ്റം ആരോഗ്യ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് രാഗ മ്യൂസിക് ബാൻഡ്. രാഗ മ്യൂസിക് ബാൻഡ് എന്നത് ഒരു ബാൻഡ് മാത്രമല്ല, എല്ലാവരും ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് പരസ്പരം സ്നേഹിച്ചും ഒരു പറ്റം ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ്മ. സംഗീതത്തിലൂടെ തന്നെ പലരും ഈ കൂട്ടായ്മയിൽ സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ എല്ലാ ആഘോഷങ്ങളും ഈ കൂട്ടായ്മ ആഘോഷിക്കാറുണ്ട്. അത് ക്രിസ്തുമസ് ആയാലും റംസാൻ ആയാലും ഓണമായാലും അതിൽ നിന്ന് വിഭിന്നമല്ല. പക്ഷേ ഒരു നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഈ ആഘോഷം നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം കഷ്ടപ്പാടുള്ള ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസരത്തിൽ ആരോഗ്യ പ്രവർത്തകരായ ഞങ്ങൾ തികഞ്ഞ ജാഗ്രതയോടും ഭയം ഏതുമില്ലാതെ തികഞ്ഞ ജാഗ്രതയോടുകൂടിയാണ് എല്ലാ രോഗികളെയും അല്ലെങ്കിൽ ഈ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അത് അഹോരാത്രം തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ആ ഒരു ഇടവേളകളിൽ ആ ഒരു കോവിഡിൻ്റെ ഒരു പ്രതിസന്ധിയിൽ പോലും ഒരുപാട് സ്ട്രെസ്സുകൾ ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഉള്ള ഒരു മോചനം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ രാഗ മ്യൂസിക് ബാൻഡിനെ കാണുന്നതും അതിനെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്നതും. തീർച്ചയായിട്ടും ഞങ്ങളിലെ ഒരുപാറ്റം കലാകാരന്മാർ വളരെ മനോഹരമായി തന്നെ ഇവിടെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണം തന്നെ ഇന്ന് ഈ ഓണാഘോഷം വളരെ വിഭിന്നമായ ഈ കോവിഡ് പ്രോട്ടോക്കോൾ തന്നെ പാലിച്ചുകൊണ്ട് വളരെ എല്ലാ തരത്തിലുമുള്ള പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ രാഗ മ്യൂസിക് ബാൻഡിൻ്റെ ഓണാഘോഷം ഇന്ന് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത്. വളരെ ഭംഗിയായി പാടിയ ഓണപ്പാട്ടുകളും നിങ്ങൾക്കായി ഈ അവസരത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. തീർച്ചയായും പ്രിയമുള്ളവരെ, ഞങ്ങളോടൊപ്പം നിങ്ങളെയും സുസ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക്. ഞങ്ങളുടെ പ്രിയ കലാകാരന്മാരായ ശ്രീ സുഗുണേട്ടൻ, ശ്രീ വരുൺ, ശ്രീമതി റഹിയാനത്ത്, ശ്രീ ഉണ്ണിമായ, ശ്രീ സുരേഷ്, അതോടൊപ്പം ഈ ടീമിൻ്റെ നട്ടെല്ലും ജീവനാഡിയും എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന ഞങ്ങളുടെ അതുല്യ കലാകാരൻ മാവേലിയായി വേഷം കിട്ടിയ ശ്രീ ഭവീഷ്, ഇവരോടൊപ്പം സരസ്വതി എന്ന ഞാനും. അതോടൊപ്പം ലോകത്തിലെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഈ കോവിഡിനെതിരെ പോരാടുന്ന എല്ലാ നന്മ നിറഞ്ഞ മനസ്സുകൾക്കും ഞങ്ങൾ ഈ ഓണം സമർപ്പിക്കുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും മാവേലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മനുഷ്യരെല്ലാരും ഒന്നുപോലെ മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഞാനേറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രജകളെ, നിങ്ങളെനിക്ക് നൽകിയ ഈ വരവേൽപ്പ് നാം അതീവ സംതൃപ്തനാണ്. നിങ്ങൾ ഇത്തവണത്തെ ഓണാഘോഷത്തിന് എനിക്ക് നൽകിയ ഈ സാനിറ്റൈസർ, മാസ്ക്, നിങ്ങൾ ഈ പാലിച്ച സോഷ്യൽ ഡിസ്റ്റൻസ്, ഇതിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. ഈ ആരോഗ്യ പ്രവർത്തകർ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് എനിക്ക് അടുത്ത വർഷവും
നല്ലവരായ ഈ പ്രജകളെ കാണാൻ സന്തോഷിക്കാനും സാധിക്കും. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഈ സാനിറ്റൈസറും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസും കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പാലിക്കുക. SMS എന്നത് പാലിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഏവർക്കും, എല്ലാ പ്രജകൾക്കും അടുത്ത വർഷം മാവേലി തമ്പുരാനെ കാണാനും അതോടൊപ്പം എനിക്ക് എൻ്റെ പ്രജകളെ, സ്നേഹനിധികളായ എൻ്റെ പ്രജകളെ കാണാനും നമുക്ക് ഈ ഓണാഘോഷം വരും കാലങ്ങളിൽ സമ്പദ് സമൃദ്ധമായ ഒരു ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും എൻ്റെ അനുഗ്രഹാശിസ്സുകൾ.